ഇതെന്താ പ്ലാസ്റ്റിക് ബോർഡ് തിന്നുന്നോ? ഇല്ലാത്തവരും അല്ലെങ്കിൽ മൃഗങ്ങളോട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പോയി മോട് പോയി നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. അപ്പൊ കണ്ടോ മോൻ തിരിച്ചു വെച്ചിരിക്കും. നോക്കി മോളി പല്ലില്ല അങ്ങനത്തെ കണ്ടോ എന്നെ ബ്ലോക്ക് ചെയ്യാണേ. ഓ എന്നെ കടിക്കുന്നു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓസ്ട്രേലിയൻ ജംഗ്ഷൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫാം വിസിറ്റിന് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഐറിസ് ലോഡ്ജ് ഫാം, ജില്ലിബി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. NSW തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം കേട്ടോ. ഞങ്ങളും ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഇവിടെ കുറേ ആനിമൽസിനെ നമുക്ക് കാണാം, നമുക്ക് പെറ്റ് ചെയ്യാം, അവർക്ക് ഫുഡ് കൊടുക്കാം, അങ്ങനെയാണ്. അൽപ്പക്കാസിനെ കാണാം, ലാമാസിനെ കാണാം, പിന്നെ കൗ ഷീപ്പിനെയൊക്കെ കാണാം. കൗവിനെയും ഷീപ്പിനെയൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ അൽപ്പക്കാസും ലാമാസും എന്താണെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് കാണണേ. അൽപ്പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ ഷീപ്പിന് ഒട്ടകത്തിനുണ്ടായ കൊച്ചിനെ പോലെ ഇരിക്കും കാണാനായിട്ട്. ഒരു ഒട്ടകത്തിന്റെ ഷേപ്പാണ്, പക്ഷെ അത്ര വലിയ ഹൈറ്റ് ഒന്നുമില്ല, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ അൽപ്പക്കാസ് ഉണ്ട്. എനിക്ക് 100ഓളം അൽപ്പക്കാസ് ഉണ്ട് ഇവിടെ. 9 or 10 ലാമാസ് ഉണ്ട്. ഒരു 2 പേര് നടത്തുന്ന ഒരു ഫാമാണ്. ഒത്തിരി ഏരിയ ഉണ്ട്. ഞങ്ങൾ കയറാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 3 o'clock ഫുൾ ഫാം വിസിറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ബ്രഞ്ച് വിത്ത് അൽപ്പക്കാസ് ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രിംഗിലില്ല. സ്പ്രിംഗില് ബ്രഞ്ച് ഉണ്ട്. പിന്നെ അല്ലാണ്ട് അൽപ്പക്കാസിന്റെ വിസിറ്റിങ്ങിന് വേറെ സെഷൻ ഉണ്ട്. ഇവരുടെ സൈറ്റിനകത്ത് നമുക്ക് നോക്കി ബുക്ക് ചെയ്യാം. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഫാം വിസിറ്റ് പെർ ഹെഡ് $35 ആണ്. 1.5 മണിക്കൂർ. അപ്പൊ അതിനകത്തുള്ള ആക്ടിവിറ്റീസ് എന്താന്നൊക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചേക്കാവേ. 3 മണിക്ക് ഇപ്പൊ ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ വാ, നിങ്ങളും കൂടെ വാ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ റിസപ്ഷന്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾ നേരത്തെ സൈറ്റ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അല്ലാണ്ട് വാക്കിൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചോദിച്ചിട്ട് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞേക്കാം. ഇപ്പം ഞങ്ങൾ റിസപ്ഷനിലോട്ട് നടക്കുന്നു. ഇവരുടെ ഫാമിൻ്റെ നടുക്കൂടെ തന്നെ ഞങ്ങൾ നടക്കുന്നത്. വണ്ടി ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട്, പാർക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇവിടെ ഇങ്ങനെ അവരുടെ കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ആയിരിക്കും ഈ ബ്രഞ്ച് വിത്ത് അൽപ്പക്കാസ്. അതിപ്പോൾ കഴിഞ്ഞു. അത് 12 മണിക്ക് കണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങളുടെ 3 മണിയുടെ ഫുൾ ഫാം വിസിറ്റാണ്. ഈ ഫാമിൽ കൂടെ നടക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെ ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ ആ ഒരു മണവും അത് ശരി കേട്ടോ. വളത്തിന്റെ ഒക്കെ മണമുണ്ട്. നാട്ടിലെ തനി നാട്ടുമ്പുറം. ഐറിസ് ലോഡ്ജ് അൽപ്പക്കാസ്. ഇതൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ് കേട്ടോ. ഇത് വെബ്സൈറ്റിലും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് അൽപ്പക്കാസ്. അതിപ്പോൾ ഇല്ല, അത് അവരുടെ വെബ്സൈറ്റിനകത്തുണ്ട്. സ്പ്രിങ്ങിലില്ല, അതിന് പകരം ബ്രഞ്ച് വിത്ത് അൽപ്പക്കാസ് ഉണ്ട്. പിന്നെ അൽപ്പക്കാസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ട്, അത് 12 മണിക്ക്. പിന്നെ ആഫ്റ്റർനൂൺ ഫാം വിസിറ്റ്, അതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. Oh, that's with me. Let me get it. These are our baby dolls. Oh, hello. They're fully grown. This is 31 jump. 31 jumps. If you like 31 Jump Street, you be careful. He's impatient. 2 in your group? Yeah. Rightio. He doesn't like touching. അപ്പം നമ്മൾ ഫാമിലോട്ട് കൊണ്ടുപോവാണ്. നമ്മുടെ ക്യാരറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, കാണിച്ചു തരാം.
ആൾക്കാരുണ്ട് ഇവിടെ. ഒരു കാര ഇവിടെ കുറെ പേരുണ്ട് വരുന്നുണ്ട്. ഹലോ, ആരൊക്കെയാണ്? ഇതാരൊക്കെയാ? വേണ്ടേ വേണ്ടേ? ടീസി അല്ലേ കോയിൻ കൊടുക്കുന്നോണ്ട് കൊടുക്കണേ. വലിയ കാർമാരാന്ന് തോന്നുന്നു. വേണ്ടേ? എന്റെ തീർന്നില്ല. ഞാൻ നേരത്തെ വിളിച്ചതല്ലേ, അപ്പൊ എന്താ വരാത്തെ? നേരത്തെ വിളിച്ചപ്പോ എന്താ വരാത്തെ? തരാം. ഹായ്, നിനക്ക് ഞാൻ നേരത്തെ തന്നിട്ട് എങ്ങനെ ഇവിടെ ഒരു ഉണ്ടാപ്പി വരുന്നുണ്ട്. കൈ അടിക്കുന്നു ഇതിനകത്ത് ഇതാരീ ശുണ്ടരി നോക്കി, എന്റെ കണ്ണൊക്കെ നോക്കി, എന്ത് രസാന്ന്. എടാ കള്ള, നീ എത്ര എണ്ണം കഴിച്ചേ? എത്ര എണ്ണം കഴിച്ചു? അയ്യോ, ഭയങ്കര രസം കേട്ടോ ഇത്. ഭയങ്കരമായിട്ട് കണ്ണു നോക്കി, ലാഷസ് വലിയ കണ്ണാണ്. ഹലോ, ശുഞ്ചരിയാണോ സുന്ദരനാണോന്ന് അറിയില്ല. അയ്യോ, നല്ല രസമുണ്ട്. ഈ ഫാമിലോട്ട് അങ്ങനെ തുറന്നു വിട്ടേ നമ്മളെ അലോ ചെയ്തു. അതെ, ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ ഫാം വിസിറ്റിനുള്ള ആൾക്കാരാ. ഭയങ്കര ജെന്റിലാ കേട്ടോ. അയ്യോ, ഭയങ്കര രസമാണ് ഇത്. ഫാം ഫുള്ള് ഇങ്ങനത്തെ നേരത്തെ വരുന്നുണ്ട്. ഭയങ്കര ജെന്റിലാട്ടോ, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഭയങ്കര ജെന്റിലാ. നല്ല ക്ലൈമറ്റും കൂടെയാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട്, എന്നാൽ വലിയ ചൂടൊന്നും ഇല്ല, തണുപ്പും ഇല്ല അധികം. നമ്മുടെ ക്യാരറ്റ്സ് തീർന്നു, അപ്പൊ അത് റീഫിൽ ചെയ്യാൻ വേണ്ടി പോവാ അശ്വിൻ. So they got the banana shape these. This is Niger. ഇത് ലാമാസ്. ഈ വലുത് ലാമാസ് ആണ്. ഇത് ലാമാസ് വലുത്, ഇത് ചെറുത് അൽപ്പക്ക. ഇവന്റെ പേരെന്താന്നറിയോ? ഇത് ഹാരി, ഇത് ഹാരി, ഇത് വിൽ. ഇവനുണ്ടല്ലോ, ഇവൻ ഭയങ്കര കളറാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് ചോദിച്ച് മേടിക്കുന്നുണ്ട്. ഇവൻ ഭയങ്കര കളറാ. കുറെ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്ത് വന്ന് എൻ്റെ ചോദിച്ച് മേടിക്കുക. കള്ളാപ്പി. മതി. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഹലോ, വേണ്ട ഉണ്ടോ? മോൻ തിരിച്ചു വെച്ചിരിക്കുന്നു നോക്കി. അവിടെ അശ്വിനും അവനും ഭയങ്കര കൂട്ടായി. ബഡി. നിനക്ക് വേണോ? ലാമേ, എടാ ലാമേ, നിനക്ക് വേണോ? വേണ്ട, അത്ര വലിയ താല്പര്യം. വേണേ കഴിച്ചോ. അത് കളഞ്ഞല്ലോ, നീ താഴെ കളഞ്ഞില്ലേ അത്? വേണ്ട. ഇതെന്താന്നറിയോ? ഇത് ഗിനി ഫൗൾസ് ആണ്. ഗിനി ഫൗൾസ്. അവര് ഇൻസെക്ട്സും വരെയും വേമൊക്കെ കഴിക്കുന്ന ആൾക്കാരാ. എന്തൊരു ഒച്ചയും ബഹളാന്നറിയോ? ആട്ടിൻകുട്ടന്മാര് കണ്ടോ കുണി വരുന്നുണ്ടേ ഒരുത്തൻ. വേണ്ടേ? നിനക്ക് വേണ്ടേ? ഉണ്ടാപ്പി കൈകിട്ട് കടിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഒരെണ്ണം കിട്ടിയായിരുന്നു, ചെറുത്. പക്ഷെ കുഞ്ഞതാ. അവരറിഞ്ഞോണ്ട് കടിക്കുന്നില്ല, അവര് ക്യാരറ്റ് കടിക്കുന്നതാ.
നിനക്ക് വേണത്? ആ നേരത്തോ. ഓ ശുണ്ടരേഷ് കുമാർ വന്നിട്ടുണ്ട്. മതി, നീ കുറെ കഴിച്ചു. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കരുതേ. ആ ഇത് അൽപ്പക്ക. ഇത് തുപ്പിയിട്ടല്ലോ. നിനക്ക് വേണ്ടേ? പുല്ല് മതിയില്ലേ? കടാ, ഇവൻ എന്നെ വിടുന്നില്ല, കണ്ടില്ല, എന്റെ പുറകെ വരും. ഭയങ്കര ബുദ്ധിയ. എടാ എടാ, ആഹാ, നമുക്ക് വീട്ടിൽ പോവാം. ഓ എന്നെ കടിക്കുന്നല്ല, ക്യാരറ്റ് കടിക്കുമ്പോഴേ അറിയാണ്ട്. നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് ഇവനെ കൊണ്ടുപോവാം. അച്ഛൻ്റെ പുറകെ നടക്കുന്നു. പോയി എന്താ സൈസ് നോക്കി. ഇവന്റെ പേരെന്താണെന്നറിയോ? ലാച്ചി. ഇവിടെയുള്ള എല്ലാ ലാമാസിനും അൽപ്പക്കാസിനും ഒരു പേരിട്ടിട്ടുണ്ട്. ഇവന്റെ പേര് ലാച്ചി. ഇവിടെ മൊത്തം 110 അൽപ്പക്കാസ് ഉണ്ട്. ആകെ ന്യൂ സൗത്ത് വെയിൽസിൽ 1100-1200 എങ്ങാണ്ട് അൽപ്പക്കാസ് ഉണ്ട്. അപ്പം ന്യൂ സൗത്ത് വെയിൽസിന്റെ 10% അൽപ്പക്കാസ് ഇപ്പൊ ഈ ഫാമിലുണ്ട്. അതേപോലെ ലാമാസിൽ 30 ലാമാസിൽ 9 എണ്ണം ഈ ഫാമിലുണ്ട്. 33% ലാമാസും 10% അൽപ്പക്കാസ് ഉണ്ട്. പിന്നെ അല്ലാണ്ടുള്ള ഷീപ്പ് കൗസ് അത് പിന്നെ കുഴപ്പമില്ല. ഗിനി ഫൗൾസ് ഉണ്ട്. ഇവൻ പോകുന്നില്ല. 6 അടി പൊക്കം. കുറച്ച് അഗ്രസീവ് ആണ്. പക്ഷെ ഇവിടെ ഉള്ളത് എല്ലാരും ഭയങ്കര ജെന്റിലാണ്. ഇവിടെ എല്ലാം ഫുൾ ടൈംഡ് ആണ്. കണ്ടില്ലേ, കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. കൊച്ചു പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ ഇവര് ഫീഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല കേട്ടോ, സേഫാണ്. പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ വരാനൊക്കെ നല്ല രസമായിരിക്കും. ഉണ്ടാപ്പി ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇവനാണോ അതോ ഇവനെപ്പോലുള്ള എല്ലാത്തും? ആട്ടുംകുട്ടൻ 64. ഇവൻ തന്നെ നേരത്തെ വന്ന്. So my name's Sean. Welcome to Sharon and I's farm. We're Ecotourism certified, which means we've been recognised for our contribution to the environment and sustainability. We've planted nearly 14,000 trees here and done extensive work to promote this as a wildlife sanctuary. Now we have 380 animals of our own, and that includes 140 alpacas and 12 llamas. The llamas are the ones with the banana-shaped ears, and they'll grow to 200 kilograms, whilst alpacas, such as Will, Bill and Harry, they'll only grow to 70 to 80 kilograms. Now alpacas and llamas are a camelid, which means true black. So from here we're going to head across to visit our sheep. Now, fair warning, there's been a lot of rain here, so that area is wet. It is muddy, so if you don't want to go in, that's all good. You can go down and visit the alpacas. Otherwise, when you come in, you'll find out why they're called spring lamb. They do jump. ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോവാടെ. ഇതേ ഉമ്മാരൊക്കെ ഞങ്ങളുടെ കൂടെ വരിക. എവിടെ പോവാ? എങ്ങോട്ടാ വരുന്നത്? എന്തോ അത്യാവശ്യമായിട്ട് എന്തോ സാധനം മേടിക്കാൻ പോകുന്ന പോലെ പോകുന്നുണ്ടല്ലേ. ഇതാണ് ഇവരുടെ ബ്രഞ്ച് ഏരിയ. 12 മണിക്കാണ് ഇപ്പൊ കഴിഞ്ഞു ബ്രഞ്ച്. അത് 12 മണിയുടെ സെഷനാണ്. ഞങ്ങൾ ഇനി ഷീപ്സിന്റെ സെക്ഷനിലോട്ട് പോവാണേ. പിന്നെ ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ ഷൂസ്, വൈറ്റ് ഷൂസ് ഇട്ടുകൊണ്ട് വരാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾഡ് ഷൂസ് അല്ലെങ്കിൽ ബൂട്ട്സ് ഇട്ടാൽ മതിയെന്ന്. അവരുടെ ഇൻസ്ട്രക്ഷനകത്തുണ്ട്. പക്ഷെ ഇന്ന് മഴ പെയ്യാത്തോണ്ട് ഞാൻ ഇതിട്ടോണ്ട് വന്നതാ. ഞങ്ങൾ രണ്ടുപേരും വൈറ്റ് ഷൂസ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇവിടെ ചെളിയാണ്. ഞങ്ങൾ ഷീപ്പിന്റെ സെക്ഷനിലോട്ട് കയറുകയാണ്. ഷീപ്പിന്റെ ഫുഡ് ഇവര് തരും, നമ്മുടെ ബക്കറ്റിൽ ഇട്ട് തരും ഇവര്. അപ്പൊ അവര് ഷീപ്പിന്റെ ഫുഡ് നമുക്ക് വേറെ തന്നു, ബക്കറ്റില് റീഫിൽ ചെയ്ത് തരും. ഇതാണ് ഷീപ്പ് ഫാം. ഇവിടെ ആൾക്കാര് വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് ഷീപ്പ് ഡോഗ് ആണേ. ഇത് ഷീപ്പ് ഡോഗ് ആണ്. പെട്ടെന്ന് കണ്ട ഷീപ്പാന്ന് വിചാരിക്കും, പക്ഷെ ഡോഗാണേ. അശ്വിൻ കുറച്ചങ്ങോട്ട് നീങ്ങിയേക്കാം.
അത്യാവശ്യം നല്ല ചെളിയാണ് ഇവിടെ, നല്ല ചെളിയാണ്. അൽപ്പക്കാസിന്റെ ആ ഒരു സെക്ഷൻ പോലെയല്ല, ഇവിടെ അത്യാവശ്യം നല്ല ചെളിയാണ്. അതുകൊണ്ട് അത് ഷീപ്പ് ഡോഗ് ആണേ. അതുകൊണ്ട് ഗുഡ് ബോയ് നിൽക്കുന്നുണ്ടോ? അവനാണ് ഇവിടുത്തെ ഷീപ്പ് ഡോഗ്, ഇവിടുത്തെ കാര്യസ്ഥൻ അവനാട്. കണ്ടേ, ഇവരുടെ വൂളെടുക്കാൻ വേണ്ടിയിട്ട് വൂളെടുക്കുന്ന ഷീപ്സ് ആണത്. മീറ്റിനുള്ള ഷീപ്സ് അല്ല ഇത്, വൂളെടുക്കുന്ന ഷീപ്സ് ആണ്. പകുതി പേരുടെയൊക്കെ ഇങ്ങനെ വൂളെടുത്തിട്ടുണ്ട്. കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. അവനെ കണ്ടാല് ശരിക്കും ഒരു ഷീപ്പ് പോലെ തന്നെ ഉണ്ട്. I don't have any. She's the one who has on the chip. ഇവനെന്നെ തള്ളുക. ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് നിർത്താൻ പറ്റാത്ത പോലെ, അതുപോലെ ചാടുന്നുണ്ട് എല്ലാവരും. ചാടും ചാടിയ തള്ളി താഴെ. The little ones that are 2-year-old, they're the jumpers. The older ones, like Ben, who is 8-year-old, doesn't jump anymore. So when they're little, they do jump. So you just gotta time it, because you can see what they're about to do. Got Lowen 9 years ago for protecting the sheep. We lost a few from the domestic dogs across the creek. Oh, okay. So yeah, but the whole lot of these, no lamb chops, all pets. So they're used to being fed. I'm going to go and give them some food in a minute. So this is Abby. This is Abby. Oh, this is Abby. Hey Abby. Hey Abby. Yep. This is Abby. That is Lola. And because it's so much rain this week, Abby is like nobody's going out. so you know. അപ്പോൾ അതാണ് നമ്മുടെ ഷീപ്പിന്റെ സെക്ഷൻ. ഡേ നമ്മൾ നേരത്തെ കണ്ട അൽപ്പക്കാസൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. കണ്ടില്ലേ ഷീപ്പിന്റെ ഇത് കണ്ടില്ലേ, ഷീപ്പ് കുറച്ച് അഗ്രസീവ് ആണ്, അതുകൊണ്ട് എല്ലാരും ഒന്നും അകത്ത് കയറിയില്ല. അപ്പൊ ഷീപ്പ് ഡോഗ് ആണ് 2 കണ്ട്. ഒന്ന് ലോല. 77 ഷീപ്പുണ്ട്. ഷീപ്പ് ഡോഗ്സ് നമ്മൾ 2 കണ്ട്. ഒന്ന് ലോല, ഒന്ന് ആബി. അവരാണ് ഈ ഷീപ്സിനെ നോക്കുന്നത്. പ്രോപ്പർ ഷീപ്പ് ഡോഗ്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഷീപ്പാന്നേ വിചാരിക്കത്തുള്ളൂ. അവരുടെ ഇടയിൽ മറ്റേ ആട്ടിൻകൂട്ടത്തിലെ ചെന്നായി എന്ന് പറയുന്ന ആട്ടുകൂട്ടത്തിലെ ചെന്നായി എന്ന് പറയുന്ന ആട്ടിൻകൂട്ടത്തിലെ പട്ടിക്കുട്ടി. ആ ഓക്കെ. ഇത് ഇതിന്റെ അഗെയിൻസ്റ്റ് റബ്ബ് ചെയ്യുമ്പോ ഷെഡ് ആവുന്നത്. അപ്പൊ ഷീപ്പിന്റെ യാർഡിൽ കയറുമ്പോ ഉണ്ടല്ലോ നന്നായിട്ട് ഡേർട്ടി ആവും. എന്റെ വൈറ്റ് ഷൂസ് ഇപ്പൊ ഒരുമാതിരി ബ്ലാക്ക് ഷൂസ് ആയിട്ടുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ ഇവര് ഇതിനകത്ത് ശരിക്കും ഇവര് പറയുന്നുണ്ട് ഓൾഡ് ഷൂസ് അല്ലെങ്കിൽ ബൂട്ട്സ് ഇട്ടുകൊണ്ട് വരണമെന്ന്. ഇന്നിപ്പോ വലിയ മഴയൊന്നും ഇല്ല, നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങള് ഇതിട്ട് വന്നത്. പക്ഷെ കുഴപ്പമില്ല, ക്ലീൻ ചെയ്യാം. ഇവിടെ മഴ പെയ്തു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഏറ്റവും പൊട്ട ഷൂസ് ഇട്ടുകൊണ്ട് വരിക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഷൂസ് ഇട്ടുകൊണ്ട് വരിക. അതെ ഞങ്ങള്. അപ്പൊ ഇനി നമ്മൾ അടുത്തതും അൽപ്പക്കാസിന്റെ തന്നെ ആയിട്ടുള്ള ഒരു ഫാമിൽ പോവാം. ഇതൊന്നും അല്ലല്ലോ, ഇവിടെ അൽപ്പക്കാസും ലാമാസും എല്ലാരും ഉണ്ട്. ഇതുണ്ട് ഡോണ്ട് പുൾ ഫുഡ് അവേ ആൻഡ് ടേൺ യുവർ ബാക്ക്. അപ്പൊ ഇങ്ങനെ ഫുഡ് കാണിച്ചിട്ട് അവർക്ക് കൊടുക്കാതെ നമ്മൾ കളിപ്പിക്കരുത് അവരെ. അയ്യടാ, എന്റെ ഇല്ല, ഫുഡില്ല, ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. അൽപ്പക്ക ഫോളോ ചെയ്ത് വരുന്നത്. എന്റെ പൊന്നെ, അയ്യോ അയ്യോ, ഇതീന്ന് കഴിക്കണ്ട. ഇവിടെ ഒരുത്തനുണ്ടേ, കണ്ടില്ലേ? ഈ ഒരു സെക്ഷനിലുള്ള അൽപ്പക്കാസും ലാമാസും കുറച്ചും കൂടെ വോക്കല.
കിട്ടിയില്ലേ ചോദിച്ചൊക്കെ മേടിക്കുന്നുണ്ട്, ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിന്റെ ഫോട്ടോയ്ക്ക് തരണോ? ഫോട്ടോയ്ക്ക് തരണോ? അതെ, കിട്ടിയാ പോകായിരുന്നു. ദേ ഇവിടെ വേറെ വരുന്നുണ്ട്. അറ്റാക്ക്. എല്ലാരും കഴിച്ചോ? എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞു, തീർന്നു, ഫിനിഷ്. അടുത്ത വട്ടം ഇതിനെന്താ പറയാൻ സംഭവിക്കുന്നത്? പറഞ്ഞു തുടങ്ങിക്കോ. അപ്പൊ ശരിക്കും ഈ അൽപാക്കാസിന് അവര് പറഞ്ഞത് താഴെ മാത്രമേ പല്ലുള്ളൂ, മോളി പല്ലില്ല. പല്ല് കാണിച്ചേടാ. പല്ല് കാണിച്ചു. പല്ല് കാണിച്ചേ. ഇതൊക്കെ ഇവന്റെ സൗണ്ട് കേട്ടോ. ഫുഡ് കിട്ടാഞ്ഞിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. കഴിഞ്ഞോ? എന്താ വെച്ചാണിത്? ആണോ? അപ്പൊ നേരത്തെ പറഞ്ഞതല്ലേ, അപ്പൊ ഈ അൽപാക്കാസിന് താഴെ മാത്രമേ പല്ലുള്ളൂ, മോളി പല്ലില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. ഇവനൊന്നും പല്ല് കാണിച്ചു തരണ്ടേ? ഭയങ്കര ചീത്തയാ, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കാണിക്കായിരുന്നു. നമുക്ക് കാണാൻ പറ്റില്ല, ഫീഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും മോളിൽ പല്ലില്ല അവർക്ക്. എന്നെ വിടുന്നില്ലെന്നേ. ചാടൊക്കെ ചേട്ടോ. പല്ല് കുഞ്ഞല്ല, കുഞ്ഞു പല്ലൊന്നും അല്ല, വലിയ പല്ലാണ്. പക്ഷെ താഴെ മാത്രമേ അവർക്ക് പല്ലുള്ളൂ. പിന്നെ ഇവര് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവർ ആദ്യമേ പറഞ്ഞു ഓടരുത്, ഇവരുടെ മുന്നിൽ കിടന്ന് ഓടരുത്. കാരണം ഇവർ നമ്മളെക്കാട്ടിലും നല്ല ഫാസ്റ്ററാണ്. അപ്പോൾ ഇവർ നമ്മളെക്കാട്ടിലും ഫാസ്റ്റർ ആയതുകൊണ്ട് നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മുന്നിൽ അഗ്രസീവ് ആയി കഴിഞ്ഞാൽ ഇവർ അതിനും മുകളിൽ അഗ്രസീവ് ആവും. പക്ഷെ ഇതൊക്കെ നല്ല ടൈംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പാവമാണ്. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സ്പീഡുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുണ്ടല്ലോ, നേരത്തെ അശ്വിൻ ഫീഡ് ചെയ്യുമ്പോൾ ഒരുത്തൻ അശ്വിനുണ്ട് കുറേ നേരം ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടിപ്പോൾ വർത്താനമൊക്കെ പറയുന്നോ, ഒരുത്തൻ അശ്വിൻ്റെ ദേഹത്തോട്ട് ജമ്പ് ചെയ്യുന്ന പോലെ ചാടി, കുറച്ച് ഒന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ അപ്പോൾ അറിയാണ്ട് ബോള് അവൻ്റെ ഇത് വലിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളിൽ ഫുൾ അങ്ങ് കഴിക്കും, എന്നിട്ടത് ഫിനിഷ് ചെയ്തിട്ടേ അവർ പോവുള്ളൂ. അപ്പോൾ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബോൾ വലിച്ചു കഴിഞ്ഞാലാണ് അവർ ചാടുന്ന പോലെയൊക്കെ കാണിക്കുന്നത്. അവർ ഭയങ്കര സിമ്പിൾ ലോജിക്കാണ്. അവർക്ക് ഫുഡ് ഫുള്ള് കഴിച്ചിട്ടേ അവർ പോവുള്ളൂ. പിന്നെ അവർ ഈ അൽപാക്കാസ് ഫുഡ് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഒരു ബോളിൽ നിന്ന് 2 പേരെ നമ്മൾ ഫീഡ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ അഗ്രസീവ് ആവും. അപ്പോൾ ഒരു ബോൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മതിയാവുമ്പോൾ അവരങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് വേറെ ഡ്രാമയൊന്നും ഇല്ല ഞങ്ങൾക്ക്. അവിടെ അശ്വിൻ്റെ അടുത്ത് ഓരോരുത്തർ എന്തൊക്കെയോ വർത്താനമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടോ, എന്നെ ബ്ലോക്ക് ചെയ്യാണേ. കണ്ടോ, ബ്ലോക്ക് ചെയ്തിട്ട് അതിന് ഫുഡ് അതിൻ്റെ ബോളിൽ നിന്ന് പുള്ളി ചെയ്യുന്നതിനാണ്. അതുണ്ടല്ലോ, ഈ അൽപാക്കാസ് തുപ്പും. ആ തുപ്പിതാണ് നമ്മളിപ്പോൾ കണ്ടത്. നിന്ന് കഴിക്കുകയാണേ അവിടെ നിന്നിട്ട്. എന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ പോലും സമ്മതിക്കുന്നില്ല. അശ്വിൻ്റെ കുറെ പേരുണ്ട്, കാണിച്ചു തരാം. കഴിഞ്ഞോ? ഇവര് ക്യാമൽസിന്റെ റിലേറ്റീവ്സ് ആണ്. ക്യാമലോയിഡ്സ് എന്നാണ് ഈ അൽപാക്കാസ് ലാമാസിനെയൊക്കെ പറയുന്നത്. അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. ഈ ഒരു യാർഡില് ദൈവരുത്തം വരുന്നുണ്ടേ. ഒന്നുമില്ല, തീർന്നു. ചുമ്മാ നിൽക്കാതെ പോയി എടുത്തോണ്ട് ഒന്നുകൂടെയല്ല ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു യാർഡില് ഫുള്ള് അൽപാക്കാസ് ആണേ, ലാമാസ് ഇല്ല. ലാമാസ് അപ്പുറത്ത് നമ്മൾ കേട്ടില്ലേ, ഫുള്ള് അൽപാക്കാസ്. നല്ല രസമുണ്ട് കേട്ടോ. കറമ്പ കറമ്പാന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ബോഡി ഷേമിങ് ആയി പോകും. പക്ഷെ കറുപ്പിനാട്ടോ ഈ കർമ്മന്മാരെ കാണാൻ ഭയങ്കര രസമാണ്. ഇതെന്താ പ്ലാസ്റ്റിക് ബോൾ തിന്നുന്നോ? എന്താ പരിപാടി?
നല്ല മെറൂൺ കളർ, ഓ എന്ത് നല്ല കളറാ നോക്കി, നല്ല ഡാർക്ക് റെഡ്, നല്ല സോഫ്റ്റും ആണ്. ഇത് നല്ല സോഫ്റ്റ്. നിനക്ക് പേരെന്തേലും ഉണ്ടോ? പേര് പറഞ്ഞു, എല്ലാത്തിനും പേര് പറയുന്നുണ്ട് അവര്. പേര് പറയുന്നുണ്ട്. ഇത് എങ്ങനെ ഓർത്തിരിക്കുന്നു? തള്ളി വിടുന്നാണോ അതോ? എനിക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ അവര് പേര് പറഞ്ഞിട്ടില്ല, മറ്റേ സെക്ഷനിലെ പറഞ്ഞില്ല. ഇവിടെ പറയുന്നുണ്ട്. ആണോ? ഇവിടെ അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് ഓസിയാണ്, ഓക്കെ. ബ്രൗണി, ഓസി എന്തൊക്കെ പേര് പറയുന്നത്. രണ്ടന്മാരോട് ഇരിക്കുന്നുണ്ടോ? അവിടെ എന്താ പരിപാടി നോക്കി, എന്ത് രസമായിട്ടാണ്. ഇവിടെ എന്താ പരിപാടി? രണ്ടും കൂടെ അമ്മയും മോനും ആണോ? പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ഫാമാണ്. അതായത് ഇവര് യൂസ് ചെയ്യുന്ന വെള്ളം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിൽ കിട്ടുന്ന വെള്ളവും പിന്നെ ഇവിടുത്തെ വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് മൊത്തം ഇവർ ഇവിടെ തന്നെ മറ്റേ നമ്മുടെ വളമായിട്ട് യൂസ് ചെയ്യുന്ന ഗോബർ ഗ്യാസ് നമ്മുടെ സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. ഇവരുടെ മെന്യൂർ ഇവർ ഓർഗാനിക് ആയിട്ടുള്ള മെന്യൂറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പം വളരെ സെൻസിറ്റീവ്, ഇക്കോ സെൻസിറ്റീവ് ആയിട്ട് നടത്തുന്ന ഒരു ഫാമാണ്, സസ്റ്റൈനബിൾ ആയിട്ട് നടത്തുന്ന ഒരു ഫാമാണ്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിനക്കെന്താ ഇവിടുത്തെ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? നീ എന്താ ഒറ്റയ്ക്ക് നടക്കുന്നത്? നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇവന് നമ്മുടെ വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞ ഭയങ്കര ബഹളം. പോയി ഇങ്ങോട്ട് പോയി. ഇവർക്ക് വിസിറ്റേഴ്സ് കൊടുക്കുന്ന അല്ലാണ്ട് മതിയാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ വലിയ വലിയ ബക്കറ്റ്സിൽ കൊണ്ടുവന്ന് ഫുഡ് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അതാണ് ഇവന്മാരിൽ ഇപ്പോൾ ആ ചേച്ചിയുടെ പുറകെ പോകുന്നത്. ഈ ഫീഡേഴ്സിലൊക്കെ ഇപ്പോൾ ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കും. ഓ കുറേ പേരുണ്ട്, എല്ലാവരും കൂടെ ഫുഡിന് പുറകെ പോകുന്ന കണ്ടില്ലേ. ഓ അവിടെ സ്റ്റണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഓ ഇത് വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം കേട്ടോ. മൃഗങ്ങളെ പേടിയില്ലാത്തവരും അല്ലെങ്കിൽ മൃഗങ്ങളോട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കേണ്ടതാട്ടോ. എന്ത് രസമെന്നറിയോ, എല്ലാവരും ഓടുകയാണേ, അവിടെയാണ് ഫുഡ് കൊണ്ട് ഓടുക എല്ലാവരും. അത്യാവശ്യം നല്ല ചെളിയുണ്ട് കേട്ടോ. ഇവരുടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേനും നല്ല ചെളിയുണ്ട്. സൂക്ഷിച്ച് നടക്കുക. സൂക്ഷിക്കാനൊന്നുമില്ല, ചെളിയാവും ഷൂസിൽ, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ഭയങ്കര വേർത്താണേ. ഹായ്. പിന്നെ ഇതാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അവർ ഫീഡറിൽ ഫുഡ് നിറയ്ക്കാനായിട്ട് ആ ഫുഡിൻ്റെ ആ ഹോൾ ബക്കറ്റ് നമുക്ക് തരും. അപ്പം നമുക്ക് ഇതേപോലെ അവർ ഫീഡ് ചെയ്യാൻ പറ്റും. ആശിന് പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. ഇത് അൽപ്പക്കാസിൻ്റെ എക്സ്ക്രീഷനാണ്. ഇത് നമ്മുടെ ആട്ടുംകാട്ടം പോലെ തന്നെയുണ്ട്. ഇതാണ് ഇവർ മാനുവറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഉണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ ഇലക്ട്രിക് ഫെൻസ് ആണ്, എഴുതി വെച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസ് എന്ന്. പക്ഷെ ഇപ്പോൾ ഓഫാണ്, കാരണം വിസിറ്റേഴ്സ് ഉള്ളപ്പോൾ അവരത് ഓഫ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഇതൊന്ന് രാത്രികളോ അങ്ങനെ ആയിരിക്കും ഇവർ ഓൺ ചെയ്യുന്നത്. എഴുതിയിട്ടുണ്ട്, എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസ് ആണ്. അപ്പോൾ ഇവിടെ അൽപ്പക്കാസിനെ ഇവർ മെയിൻലി യൂസ് ചെയ്യുന്നത്, ഇവർ പെറ്റായിട്ടാണ് വളർത്തുന്നത്, അത്രയും കാര്യമായിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇവർ വൺസ് എ ഇയർ ഇവർ ഷിയർ ചെയ്യാറുണ്ട്, എന്നിട്ട് അത് എക്സ്പോർട്ടും ചെയ്യാറുണ്ട്. ഷിയറിങ് മീൻസ് മറ്റേ വൂൾ എടുക്കുന്നത്. അപ്പോൾ ഈ അൽപ്പക്കാസിന് ഇവർക്ക് വൂള് കിട്ടും. എന്നിട്ട് ബാക്കി വരുന്നത് ഇവരുടെ യൂസ് കഴിഞ്ഞ് ബാക്കി വരുന്നത് ഇവരുടെ ഫീൽഡൊക്കെ ഒന്ന് നികത്താനൊക്കെ ആയിട്ട് മൾച്ചായിട്ട് യൂസ് ചെയ്യാറുണ്ട്.
ഹലോ, എന്താ ഇവിടെ നിൽക്കുന്നേ? നീ എന്താ ഇവിടെ നിൽക്കുന്നേ? Come on, in bed. Baby dolls. Baby dolls, come on, in bed. Good boy. ഇവരിതിനെ ബേബി ഡോൾസ് എന്നാണ് വിളിക്കുന്നത്. Come on, baby dolls. Big hands. ഇതാരാന്നറിയോ? ഇവന്റെ പേരാണ് ബിൽ. ഇവനാണല്ലോ തൊടാനൊന്നും പാടില്ല. ഇവനാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ ഇവൻ കുറച്ച് സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, അഡമന്റ് ആണ്. ഇവനെ തൊടുന്നൊന്നും ഇവന് ഇഷ്ടമല്ല. പക്ഷെ ഇവനാണ് നമ്മളെ വെൽക്കം ചെയ്യാനൊക്കെ വന്നത്. ബില്ലി എന്നാണ് വിളിക്കുന്നത്. ബേബി ഡോൾസ്, ബേബി ഡോൾ. പോട്ടെ പോട്ടെ, ടാറ്റാ. പോട്ടെടാ. ഏയ് ഏയ്. ഇവിടെ ഈ കയറുന്ന ഭാഗത്ത് വന്ന ടോയ്ലറ്റ്സും എന്നതാ സിങ്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് വന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് കൈയൊക്കെ കഴുകി പോവാം. ഷൂസ് അത്യാവശ്യം നല്ലതായിട്ട് ചെളിയായിട്ടുണ്ടാവുമല്ലോ, കണ്ടില്ലേ? അപ്പം അതിന് ഇവിടെ ഷൂ സ്ക്രേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഷൂസൊക്കെ നോക്കി ഇത്ര നന്നായിട്ട് ചെളിയായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഷൂ സ്ക്രേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് അവരുടെ വീടാന്ന് തോന്നുന്നു. വീടോ അല്ലെങ്കിൽ ഓഫീസ് പോലെ ആയിട്ട് ഇതിന്റെ പുറകിലാണ് ഫുൾ ഫാം. അങ്ങനെ നമ്മൾ ഐറിസ് ഫാം എല്ലാം കണ്ട് തിരിച്ച് നമ്മുടെ കാർ പാർക്കിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടൊരു 1.25 മണിക്കൂറൊക്കെ എടുത്തു. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റൊക്കെ ഇതിനും കുറേ പേരൊക്കെ പോകുന്നു. നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ അവിടെ കുറച്ച് നേരം കൊണ്ട് നിന്ന് അവരുടെ ഒത്തിരി നേരം വർത്താനം പറഞ്ഞ്, എത്ര നേരം വർത്താനം പറഞ്ഞാലും അവരതിന് നമ്മളോട് വർത്താനം പറയാൻ കൂടും. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തരും. ഇത് 95 acres ആണ് ഈ ഫാം. ഷോണും ഷാരനും അങ്ങനെ 2 പേരാണ്. അവര് കപ്പിളാണെന്ന് അറിയില്ല, പക്ഷെ അവരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. കപ്പിളാന്ന് തോന്നുന്നു, കണ്ടിട്ട് ഫാമിലി ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്തായിരുന്നു, നമ്മൾ എന്തൊക്കെ കണ്ടു? അൽപ്പക്കാസിനെ കണ്ടു, ലാമാസിനെ കണ്ടു, പിന്നെന്താ കണ്ടേ? ഗിനിഫോളിനെ കണ്ടു, കുറെ ഷീപ്സിനെ കണ്ടു. ഷീപ്സ് എന്നല്ല അവർ വിളിക്കുന്നത്, ബേബി ഡോൾസ് എന്നാണ് വിളിക്കുന്നത്. നേരത്തെ കളിച്ചതില്ലേ? അത് ഓരോന്നിനും ഇതുമുണ്ട് കേട്ടോ, പേരുമുണ്ട്. ഓരോന്നിനും പേരുമുണ്ട്. എല്ലാ അൽപ്പക്കാസും ലാമാസിനും അവർക്ക് പേരറിയാം. അവരെങ്ങനെ ഇത് മനസ്സിലാക്കുന്നു എന്നറിയാം. നമ്മുടെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അവർ പറയാ, ഒരു 2 മാസം മുൻപ് ഇതാ അവിടെ കണ്ടതില്ലേ, അവന്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു, അവൻ സിക്കായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഈ 100 എണ്ണത്തിൽ നിന്ന് 100 കേട്ടോ 110 ഉണ്ട്. അത്ര എണ്ണത്തിൽ നിന്ന് എങ്ങനെയാണോ പേരെല്ലാം കണ്ടുപിടിക്കുന്നത് അറിയത്തില്ല. പക്ഷെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് അവർ ഈ ഫാം നോക്കി നടത്തുന്നത്. അടിപൊളി. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവരോ അല്ലെങ്കിൽ സിഡ്നിയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമാണ്, കുറച്ച് റീജിയണൽ ഏരിയ ആണ്, ഭയങ്കര കാമായിട്ടൊരു സ്ഥലം, നല്ല രസമുണ്ട്. ഈ മൃഗങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും വന്നു കഴിഞ്ഞാൽ. കുറേ പഠിക്കാനുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഈ ബുക്കിൽ പഠിക്കുന്നതും സിറ്റിയിൽ ജീവിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ വേറെ കാര്യങ്ങളൊക്കെയാണ്. അവർ ഫ്ലഡ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, ഫ്ലഡ് വരുമ്പോൾ എങ്ങനെ, അവർക്കൊരു ബാറുണ്ട്, ആ ബാറിൻ്റെ അവിടെ വെള്ളം തട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും ഫ്ലഡ് വരാൻ പോവാണ്. അപ്പോൾ അവർ ഈ ആനിമൽസിനെയൊക്കെ മാനേജ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇതാണ് ഷോൺ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ മൃഗങ്ങളെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വരണം. കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും ഒത്തിരി എൻജോയ് ചെയ്യും. പിന്നെ ഒന്നും പേടിക്കൊന്നും വേണ്ട, ഇവിടുത്തെ ആനിമൽസ് എല്ലാം ടീംഡ് ആണ്, അങ്ങനെ അഗ്രസീവ് ഒന്നുമല്ല. നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഇവർ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞു തരും. അപ്പം അതുപോലെ ചെയ്താൽ മതി.
അവർ ഇൻസ്ട്രക്ഷൻസ് വിട്ട് നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോഴാണ് ഓരോ മിസ്ഹാപ്പ് സംഭവിക്കുന്നത്. പക്ഷേ പൊതുവേ ഇവിടെ ഭയങ്കര നല്ല ആനിമൽസ് ആണ്, വെച്ചാൽ അഗ്രസീവ് അല്ല, അത് അഷ്യൂർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫാം വിസിറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.